വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു പ്രൊഡക്റ്റീവ് ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പം ഞാൻ ഹോസ്റ്റലിൽ നിന്ന് വീട്ടിൽ വന്ന കാര്യം നിങ്ങൾ എന്തായാലും ഇന്നത്തെ വീഡിയോ കണ്ടിട്ടുണ്ടാവും. കുറേ പേര് കണ്ടിട്ടുണ്ടാവില്ല. അപ്പം എന്തായാലും എൻ്റെ ചാനലിൽ ഞാൻ ഈ ഇടയ്ക്ക് ഇട്ട് കുറച്ച് വീഡിയോസൊക്കെ നിങ്ങൾ എന്തായാലും പോയി കാണാൻ. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് കൂടുതലും കാണുന്നത്. അതും പോരാങ്ങിയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത പലരും കാണുന്നില്ല. നിങ്ങൾ എന്തായാലും ബാക്കി വീഡിയോസുകൾ പോയി കണ്ട് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഒരു പ്രൊഡക്റ്റീവ് ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ രാവിലെ എണീറ്റു, കുറച്ച് ഗ്രീൻ ടീ കുടിച്ചു, ചെറിയ വർക്കൗട്ടൊക്കെ ചെയ്തു. അതിന് വീഡിയോ എടുത്തില്ല, സോറി ഗൈസ്. ഞാൻ ഇപ്പോഴാണ് വ്ളോഗ് എടുക്കാമെന്നൊരു ചിന്ത എനിക്ക് വന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് എന്തായാലും ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, നമ്മൾ രാവിലെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം രാവിലെ ദോശയാണ് കഴിക്കുന്നത്. വെറും ദോശയല്ല, ഒരു വെറൈറ്റി ദോശയാണ്. അപ്പം ഞാൻ അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം രാവിലെ അതാണ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം ഗൈസ്. ഞങ്ങൾ 2 കപ്പ് മാവാണ്. ആദ്യം നമ്മൾ മിക്സിയിലിട്ടാണ് കേട്ടോ ഈ മാവ് അരയ്ക്കുന്നത്. അപ്പം 2 കപ്പ് എന്തോ മൈദയാണ് എടുക്കേണ്ടത്, പക്ഷെ നമ്മൾ ഗോതമ്പൊടി വെച്ചിട്ടാണ് സംഭവം ചെയ്യുന്നത്. ഇതിന് നമ്മൾ 2 കപ്പ് എന്തെടുത്ത് പൊടി എടുത്തത് കൊണ്ട് ഇതിൽ തന്നെ 2 കപ്പ് വെള്ളം ഒഴിക്കണം. ചേച്ചിയാണ് പറയുന്നത്. അയ്യോ, ഇതിൻ്റെ ഭയങ്കര തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിലാണ് കിട്ടിയത്. പക്ഷേ നമ്മൾ കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ട് ഇച്ചിരി അധികം നേരം മിക്സിയിലിട്ട് അടിച്ചാൽ മതി. നമ്മൾ വീഡിയോയും കൂടി എടുക്കുന്നതുകൊണ്ട് ആ ഒരു കോൺസെൻട്രേഷനൊക്കെ പോയ സംഭവം ഉണ്ടാക്കുന്നതിൻ്റെ. പിന്നെ ഞാൻ മുട്ട 2 പൊട്ടിച്ച് അതിനകത്ത് ഇടുന്നുണ്ട്. ഞാനാണ് പൊട്ടിക്കുന്നത്. അതിലെല്ലാവരും അത് കാണാനുണ്ട് ഒരുമാതിരി. ഒറ്റ പൊട്ടിക്കേണ്ടതാണ് ഞാൻ ചെറുതായിട്ട് പൊട്ടിച്ചുകൊണ്ട് അതിനകത്ത് നിന്ന് വരാൻ ഭയങ്കര പാട്. അപ്പോഴത്തേക്കിനും നമ്മൾ 2 മുട്ട അതിനകത്ത് ചേർക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ അപ്പമൊക്കെ ഉണ്ടാക്കുന്നത് തന്നെ നൈസിൽ നമ്മൾ പാനിലത് ചുട്ടെടുക്കുക. എന്നിട്ട് നല്ല ചപ്പാത്തി പോലെ ഉണ്ടാക്കിയെടുക്കുക. ചപ്പാത്തി പോലെ വരും പൊങ്ങി. നല്ല രസമാണ് അത് കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഗൈസ്, അത് ചൂടാൻ വെച്ചേക്കാണ്ട് ഉണ്ടാക്കിയിട്ട് കാണാം. ഗൈസ്, ദോശയാണ്. പിന്നെ ഞാൻ വന്നപ്പോൾ അവർ ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതും നമ്മൾ കുറച്ചെടുത്തു. പിന്നെ ഗൈസ്, അമ്മ രാവിലെ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സോ ചായയോ നല്ല ചൂട് ചായ അയ്യോ. അപ്പോൾ ഗൈസ്, ഞാനൊരു ഷോർട്സ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അതായത് ഈ ഒരു ഔട്ട്ഫിറ്റ് ഞാൻ മീഷോന്ന് വാങ്ങിച്ചത് ഷോർട്സ് എടുക്കാൻ വേണ്ടിയിട്ട്, ഷോർട്സ് അൺബോക്സ് ചെയ്യുന്നൊരു ഷോർട്സ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതിൻ്റെ ഒരു ഷൂട്ടിന് ഞാൻ നിൽക്കുമായിരുന്നു. അപ്പോഴത്തേക്കിന് ഞാൻ വിചാരിച്ചു വീഡിയോയിലും കൂടെ അത് പറയാമെന്ന്. ഈ ഒരു ഉടുപ്പിൻ്റെ ലിങ്ക് എനിക്ക് കഴിഞ്ഞ വീഡിയോയിലും ചോദിച്ചു കുറേ പേര്. ഞാൻ അതിൻ്റെ ഷോർട്സിൽ എന്തായാലും ഇടുന്നതായിരിക്കും. ഇന്ന് ഇപ്പം തന്നെ ഞാൻ ഷോർട്സ് ഇടും. അത് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ ഈ വ്ളോഗ് കാണുന്നത്. അപ്പം ഞാൻ പോയി ഡ്രസ്സൊക്കെ മാറി ഫേസ് പാക്ക് ഇടാൻ വേണ്ടിയിട്ട് പോകാം. ഹലോ ഗൈസ്, അപ്പം ഞാൻ എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഷോർട്സ് ഇട്ടു. അപ്പം ഞാൻ രക്തചന്ദനം തേക്കാൻ വേണ്ടിയിട്ട് പോവാണ്. കാരണം എൻ്റെ ഫേസ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിൽ നല്ല ഡാർക്ക് സ്പോട്ട്സ് ആയിട്ടുണ്ട്. ഞാനൊരു സെറം തേക്കുന്നുണ്ട്. അതിന് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഫുള്ള് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ഒരു ഡിഫറൻസ് നിങ്ങളെ കാണിച്ചിട്ട് ഞാൻ ആ സെറം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഗൈസ്. അപ്പം കുറേ ഡാർക്ക് സ്പോട്ട് ഇതുണ്ട്. ഇവിടെ ആനക്കുരു തന്നെയാണ് ഗൈസ്. അതിൻ്റെ ഇതുണ്ട്, മാറണം. അപ്പം ഞാൻ രക്തചന്ദനം തേക്കട്ടെ. രക്തചന്ദനം നമ്മുടെ ഫേസിന് നമ്മുടെ ടാനൊക്കെ ജസ്റ്റ് മാറ്റിയിട്ട് ഒരുവൻ സ്കിൻ ടോൺ വരും കേട്ടോ. അതുപോലെ തന്നെ ഈ ഡാർക്ക് സ്പോട്ട്സ്, ഈ പിമ്പിൾ വന്നിട്ട് പോയി ഇപ്പോൾ എൻ്റെ ഫേസ് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ, സൂക്ഷിച്ച് നോക്കണ്ട, എല്ലാവരും നോക്കിയാലും മനസ്സിലാവും എൻ്റെ കുരു വന്നിട്ട് പോയ നല്ല ഡാർക്ക് സ്പോട്ട്സ് ഉണ്ട്. അപ്പം അത് മാറാൻ ഭയങ്കര പാടാണ്. അപ്പം അത് മാറാൻ വേണ്ടിയിട്ട് രക്തചന്ദനം തേക്കും. അപ്പം പിന്നെ ഫേസിലേക്ക് നമ്മൾ നെക്കിലും തേക്കണം. കാരണം ഫേസും അല്ലെങ്കിൽ നെക്കും വേറെ വേറെ കളറായി പോകും. പിന്നെ ഉച്ചയായപ്പോഴത്തേക്കും നമ്മൾ ഫിഷ് ഇരിപ്പുണ്ടായിരുന്നു, അത് ഫ്രൈ ചെയ്തു. ചേച്ചി അത് ഫ്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അത് ഫ്രൈ ചെയ്തിട്ട് ഫുഡ് കഴിച്ചു. ഉച്ചയ്ക്കത്തെ ലഞ്ച് കഴിച്ചു. അങ്ങനെ മോരും മീൻ ഫ്രൈ ഉണ്ടായിരുന്നു. പിന്നെ എന്തോ ഒരു സംഭവം, ആ മീൻ വറുത്ത എണ്ണയിൽ സംഭവം ചുമ്മാ ഇട്ടുണ്ടാക്കിയ സംഭവമാണ്. മമ്മി വന്നപ്പോഴത്തേക്കിനും നല്ല മിച്ചറും കൊണ്ടുവന്നു. പുറത്ത് നല്ല മഴയായിരുന്നു. സോ കട്ടൻ ചായയും മിച്ചറും കഴിക്കാമെന്ന് വെച്ചു. പിന്നെ ചേച്ചി ഒരു സംഭവം ഇങ്ങനെ ഉള്ളിവട പോലെ ഉള്ളിയൊക്കെ ഇട്ടിട്ട് നല്ലൊരു സംഭവം ഉണ്ടാക്കി, നല്ല രസമുണ്ടായിരുന്നു. ചേച്ചി ഇവിടെ നല്ല മഴയായിരുന്നു. അപ്പം എല്ലായിടും മഴയും പ്രശ്നങ്ങളൊക്കെയാണ്. നിങ്ങളെല്ലാവരും സേഫായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്ന മാക്സിമം നിങ്ങൾ എല്ലാം സൂക്ഷിച്ചും കണ്ടൊക്കെ നടക്കുക. അപ്പം ഇവിടെ ഭയങ്കര മഴയാണ്, അവിടെയും മഴയാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. പിന്നെ രാത്രി ആയപ്പോഴത്തേക്കിനും അപ്പോൾ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതായത് രാത്രി വന്നപ്പോഴത്തേക്കിനും ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അത് കഴിച്ചു. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ.